ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെല്ലിക്കയെക്കുറിച്ചുള്ള ഗുണങ്ങളും വൃക്കരോഗമുണ്ടാക്കുമോ എന്നും ഇത് എത്ര കഴിക്കണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. നെല്ലിക്ക നമ്മൾ ജ്യൂസായിട്ടും കുക്കിങ്ങിലേക്കും മരുന്നായിട്ടും ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ ഒട്ടനവധി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഇത്. നെല്ലിക്കയിൽ 5 രസങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഉപ്പാണ് കുറവുള്ളത്. അതുകൊണ്ടാണ് ഉപ്പും കൂട്ടി നെല്ലിക്ക കഴിക്കുമ്പോൾ പ്രത്യേക രുചി തോന്നുന്നത്. ഒരുപാട് ഓറഞ്ച് കഴിക്കുന്നതിന് പകരം ഒരു നെല്ലിക്ക കഴിച്ചാൽ തന്നെ മതി. 20 ഓറഞ്ചിന് തുല്യമാണ് വിറ്റാമിൻ സിയുടെ കാര്യത്തിൽ നെല്ലിക്ക. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നീർക്കെട്ട് കുറയാനും ജലദോഷം, ചുമ എന്നിവയ്ക്കും നല്ലതാണിത്. ഇത് ഹൈ ഫൈബർ കണ്ടന്റും ലോ കലോറിനുമുള്ള ഫലമാണ്. നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നല്ലതാണിത്. പലരും തേനിൽ ചേർത്ത് നെല്ലിക്ക കഴിക്കാറുണ്ട്. ഇത് സ്കിന്നിൻ്റെ സംരക്ഷണത്തിനായി അരച്ച് പുരട്ടാറുണ്ട്. കണ്ണിന് കാഴ്ച കുറവുള്ള കുട്ടികൾക്ക് ദിവസവും നെല്ലിക്കയും തേനും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നെല്ലിക്ക നമ്മുടെ വാർദ്ധക്യം തടഞ്ഞ് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു. സ്കിന്നിനുണ്ടാകുന്ന ചുളിവുകളും സ്കിന്നിന് തിളക്കം കിട്ടാനും മറ്റു കറുത്ത പാടുകളും മാറ്റാൻ നെല്ലിക്ക നല്ലതാണ്. നെല്ലിക്ക അരച്ച് മുഖത്ത് തേക്കുകയാണെങ്കിൽ മുഖക്കുരു ഉണ്ടാകുന്നതിനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറുന്നതിനും മുഖത്തുണ്ടാകുന്ന മറ്റു പാടുകളും മാറുന്നതിനും നല്ലതാണ്. മുടിയുടെ കാര്യത്തിൽ അകാലനരയെ ചെറുക്കാനും താരൻ ഇല്ലാതാക്കാനും മുടികൊഴിച്ചിൽ തടയുന്നതിനും മുടി നല്ലവണ്ണം വളരാനും സഹായിക്കുന്നു. വെയ്റ്റ് ലോസിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുമുള്ള കഴിവ് നെല്ലിക്കക്കുണ്ട്. ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണിത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. പ്രമേഹ രോഗികൾക്ക് 3 ടീസ്പൂൺ നെല്ലിക്ക നീരും 1/4 ടീസ്പൂൺ മഞ്ഞളും മിക്സ് ചെയ്ത് കഴിക്കാം. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികളുടെ ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകൾക്കും വളരെ നല്ലതാണ്. ശ്വാസമുട്ടലുള്ളവർക്ക് 1/4 ടീസ്പൂൺ തിപ്പല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ നെല്ലിക്ക നീരും ദിവസവും രാവിലെ ആഹാരത്തിന് ശേഷം കഴിക്കുക. ശ്വാസം മുട്ടൽ, ചുമ, തുടർച്ചയായി വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവർക്കും നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. മലബന്ധത്തെ തടയാൻ ഇതിന് കഴിവുണ്ട്. ഇത് ഒരു രസായനമായിട്ട് കുടിക്കാം. നിത്യയൗവനം കൈവരാനും കണ്ണിന് കാഴ്ച കിട്ടാനും 1 ഗ്ലാസ് നെല്ലിക്കയുടെ ജ്യൂസ് ഉപ്പും ചേർത്ത് ഭക്ഷണത്തിനു ശേഷം കഴിക്കാം. നമ്മൾ നെല്ലിക്ക കഴിക്കുമ്പോൾ വേവിച്ച് ഉപയോഗിക്കരുത്. ഇതിലെ വിറ്റാമിൻ സി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ വേവിക്കാതെ ഉപയോഗിക്കുക. നെല്ലിക്ക കഴിക്കുമ്പോൾ വൃക്കരോഗങ്ങൾ ഉണ്ടാകാൻ കാരണം ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിച്ച് അളവില്ലാതെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് അളവനുസരിച്ച് കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ ദിവസവും 1-2 നെല്ലിക്ക കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ദിവസവും ആവശ്യമായത് അതിൽ നിന്നു തന്നെ കിട്ടും. നെല്ലിക്ക ചവച്ചരച്ചു കഴിക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മുടെ പല്ലുകൾക്കും മോണകൾക്കും വയറിൻ്റെ ആരോഗ്യത്തിനും വായ്പുണ്ണുള്ളവർക്ക് പുണ്ണ് കുറയാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ചവച്ചരച്ച് നെല്ലിക്ക കഴിക്കുക. നെല്ലിക്ക കഴിക്കുന്നവർ വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.